കുറച്ചധികം നാളിന് ശേഷം പെരുന്നാൾ പ്രമാണിച്ച് നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. എത്തിയ പാടെ തന്നെ നമ്മളിത് പുറത്തേക്ക് പോവാണ്. കുറച്ച് പ്ലാൻസ് ഉണ്ട്. പ്ലാൻ ഇടുന്നതിനെക്കാട്ടിയും ഏറ്റവും ടഫായിട്ടുള്ള കാര്യം നമ്മൾ ഈ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ട്രിവാൻഡ്രം ആറ്റിങ്ങലിലെ അത്യാവശ്യം നല്ല ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. അവിടെ നിന്ന് എന്ത് പ്ലാൻ ചെയ്ത് പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോഴും നല്ല ലൈറ്റായിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മൾ നേരം വെളുത്തിരുന്നപ്പോൾ ഇറങ്ങിയതാണെങ്കിലും നല്ല രാത്രിയായിട്ടാണ് നമ്മൾ സ്പോട്ടിലെത്തിയത്. അങ്ങനെ നമ്മൾ ലുലു മോളിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ലുലു മോളിലേക്ക് കയറാമെന്ന് കരുതി അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ കഴിച്ചു. പിന്നെ നമ്മൾ ലുലു മോളിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ പിറ്റേന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇന്ന് നമ്മൾ രാത്രി എമ്പുരാന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച മുന്നേക്ക് ബുക്ക് ചെയ്തതാണ്. 11 മണിക്കാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നൈറ്റ് ഷോ ആണ്. അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്ട്, അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇത് കല്യാണം നടക്കാനില്ലെങ്കിലും പക്ഷേ പ്ലാനിങ്ങിനൊരു കുറവില്ല എന്ന് പറയില്ല, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ കൂടെയാണ് നമ്മളിന്ന് എമ്പുരാൻ കാണാൻ വേണ്ടി പോകുന്നത്. നൈറ്റ് ഷോ ബുക്ക് ചെയ്ത് എന്തിനാണ് ഇപ്പോഴും ഇവന്മാർക്കൊന്നും പിടികിട്ടിട്ടില്ല. എങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ എത്തിയതാണ്. കാരണം എമ്പുരാനല്ലേ, അത്രയും ഹൈപ്പുള്ളൊരു പടമല്ലേ, നൈറ്റ് ബുക്ക് ചെയ്താലും വിഷയം സിനിമയായിരിക്കാനുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. നല്ല തിരക്കായിരുന്നു. പിറ്റേന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നമ്മൾ കുറച്ച് ബട്ടർ നാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കത് കയ്യിൽ കിട്ടിയത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഫുഡൊക്കെ വാങ്ങി ഫുഡ് കോർട്ടിൽ പോയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ് എല്ലാവർക്കും ബോധം വന്നത് 11 മണിയാകുമ്പോൾ നമുക്ക് ഷോ തുടങ്ങും, അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാവണമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഫുൾ നമ്മൾ CSKയുടെ രാജസ്ഥാൻ്റെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനൊരു കട്ട് CSK ഫാനാണ്. അപ്പോൾ ഈ കാണുന്നവരിൽ ആരെങ്കിലും CSK ഫാൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഏരിയസ് പ്ലസിൽ എത്തിയിരിക്കുകയാണ്. നല്ല വിചാരിച്ച പോലെ നല്ല തിരക്ക്. അങ്ങനെ അവസാനം നമ്മൾ സീറ്റിലൊക്കെ പോയിരുന്നു. സിനിമ തുടങ്ങാൻ നല്ല ലാഗ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ CSKയുടെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അന്തസ്സായിട്ട് നമ്മൾ പൊട്ടി. അത് കഴിഞ്ഞ് സിനിമ സ്റ്റാർട്ട് ചെയ്തു. സിനിമയെപ്പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വലിയ ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 20-30 മിനിറ്റ്സ് ഭയങ്കര ഗൂസ് ബംപ് ഒക്കെ കിട്ടിയ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ കുറച്ച് താഴേക്ക് പോയ പോലെ ഫീൽ ചെയ്തത്. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഡിബേറ്റ് കിടക്കാണ് കേട്ടോ. അങ്ങനത്തെ പടമൊക്കെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.